ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഒരു യങ് എൻ്റർപ്രണറിനാണ്. പാലക്കാട് ജില്ലയിലെ നെന്മാറ സ്വദേശി. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ, അതായത് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ സക്സസ് വേ. ആ സക്സസ് വേ ഇന്ന് എങ്ങനെയാണ് അദ്ദേഹം സക്സസ് ആക്കിയതെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. അതിനുമുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് മിസ്റ്റർ പ്രസാദിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. സക്സസ് വേ എങ്ങനെയായിരുന്നു ആ പേര് സെലക്ട് ചെയ്യാൻ കാരണം? നമ്മളിവിടെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഒരു ഓപ്ഷനായിട്ടൊരു 5-6 പേര് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ദിസ് വാസ് ദ സെക്കൻഡ് നെയിം. ആദ്യം കൊടുത്ത പേര് റിസംബ്ലൻസ് ഉള്ള വേറൊരു കമ്പനി ഉള്ളതുകൊണ്ട് ആ പേര് കിട്ടിയില്ല. ബട്ട് വെരി ഹാപ്പി വിത്ത് ദ നെയിം ആക്ച്വലി. സക്സസ് വേ. ഐ മീൻ ഐ കൻ സ്റ്റിൽ സേ വി ആർ ഓൺ ദ വേ ടു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബിക്കോസ് ആൾവേസ് നമ്മൾ അതിനെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും. സക്സസ് വേ ആക്ച്വലി എന്തൊക്കെയാണ് ചെയ്യുന്നത് സർ? ഞങ്ങൾ മേജറായിട്ട് കേറ്റർ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഓയിൽ ഫീൽഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ഷിപ്പിംഗ് ഇൻഡസ്ട്രീസ് ആണ്. വി ആർ ഓൺ ടു വെൽഡിംഗ് ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലോഹങ്ങൾ ഓർ മെറ്റൽസ് ജോയിൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള സകല സാമഗ്രികളും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എക്സെപ്റ്റ് ഫോർ ദ വർക്ക് ഫോഴ്സ്. ഇറ്റ്സ് എ വൺ സോഴ്സ് ഷോപ്പ് ഫോർ ഓൾ യുവർ വെൽഡിംഗ് റിക്വയർമെൻറ്റ്സ്. ആൻഡ് ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ആക്ച്വലി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് PPE എന്ന് പറയും, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്, വിച്ച് ഈസ് മാൻഡേറ്ററി ലൈനപ്പ് ഓഫ് പ്രോഡക്ട്സ് എനിവെയർ ഇൻ ദ വേൾഡ്. നമ്മുടെ തല മുതൽ പാദം വരെയുള്ള ഓൾ സേഫ്റ്റി ഷൂസ് ഫോർ യുവർ ലെഗ്സ്, ഷൂസ്, ഹെൽമെറ്റ് ഫോർ യുവർ ഹെഡ്, ഇയർ മഫ് ഫോർ യുവർ ഇയേഴ്സ് എന്ന് വേണ്ട, ഫോർ ഓൾ ദ ബോഡി പാർട്സ്, all safety equipment for the personal protection. Yes, for any worker, for any kind of work. Yes. സർ, ഇത് ഒരു ടോട്ടലി ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ തന്നെയാണ്. ഒരുപാട് കമ്പനികളുടെ, ഇപ്പോൾ ചൈന പോലുള്ള കമ്പനികളും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് സാർ, ഇത് ട്രേഡിംഗ് രംഗത്താണ് നിൽക്കുന്നത്? നമ്മൾ കേറ്റർ ചെയ്യുന്നത് കൂടുതലും നോട്ട് ഓൺ ദ വെരി ലോവർ സെക്ടർ അല്ല. വി ആർ നോട്ട് മൂവിങ് ഇൻ ടു എനി ട്രേഡിംഗ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ട്രേഡർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് മുഴുവൻ എൻഡ് യൂസേഴ്സാണ്, വിച്ച് ആർ ഹു ആർ വെരി ബ്രാൻഡ് കോൺഷ്യസ്, who are very quality conscious. I mean, they do initially they do a testing of your product. They see എത്ര കാലം അത് നിൽക്കുന്നുണ്ട്, എന്നിട്ട് they do a comparative study on the prices. പ്രൈസ് മെയിൻ ഫാക്ടറായിട്ട് എടുക്കുന്ന കൂടുതൽ കമ്പനിയായിട്ട് ഞാൻ ഡീൽ ചെയ്യുന്നില്ല. വേർ ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, അവിടെയാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. തീർച്ചയായും, എസ്പെഷ്യലി നമ്മളെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആകുമ്പോൾ. സക്സസ് വേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാർ ഓഫ് ക്യാമറ പറഞ്ഞു, ഐ തിങ്ക് 2006. അതെ. ഇന്ന് ആ ഒരു ഇയർ ഇപ്പോൾ ഒരു നിയർ അബൌട്ട് 7 to 6 years ആയി. ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു സാർ? ശരിക്കും ഞങ്ങൾ തുടങ്ങുന്ന വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഇയർ ടു സ്റ്റാർട്ട് ബിസിനസ്, ബിക്കോസ് എല്ലാം നല്ല ബൂമായിരുന്നു. മോസ്റ്റ് ഓഫ് മൈ കസ്റ്റമേഴ്സ്, ഐ മീൻ, ദേ വർ ലോഡഡ് വിത്ത് പ്രോജക്ട്സ്, ആൻഡ് ഐ തിങ്ക് പോസിബിളി ദാറ്റ് വാസ് എ റൈറ്റ് ടൈം ടു സെറ്റ് ഓഫ്. ആ ഒരു സമയത്ത് നമ്മൾ തുടങ്ങിയത്. ദെൻ ആസ് യു നോ, ലൈക്ക് 2008 onwards we had that recession, but God has been great enough that we did survive the recession fantastically. We didn't have any bad debt side onnum undayilla, still going strong. There are difficulties, but then it's a part of business. നമുക്ക് നെന്മാറയിലേക്ക് പോവാം. നെന്മാറയാണ് സാറിൻ്റെ സ്വദേശം. അവിടെയാണ് നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ നെല്ലറകളുടെ സ്ഥലമാണ് നെന്മാറ എന്ന് പറയുന്നത്. നെൽപ്പാടങ്ങളും വയലുകളും ഒക്കെ നിറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ഒരു സ്ഥലമാണ് ഗ്രാമപ്രദേശം നെന്മാറ. അതെ. അപ്പോൾ ആ നെന്മാറ എന്ന് പറയുന്ന അവിടെ തന്നെ സാറിൻ്റെ ജനം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ സാർ ആ ബാല്യകാലം? ആക്ച്വലി ബാല്യകാലത്തിനേക്കാൾ ഉപരി ഞാൻ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് നെന്മാറ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബിക്കോസ് നമ്മൾ പക്ഷേ നെന്മാറ മിസ് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ ഡെഫിനറ്റ്ലി യെസ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ അത്ര നമുക്ക് ഇഷ്ടപ്പെടില്ല. വി ഫീൽ ബെറ്റർ പ്ലേസസ്. നമ്മൾ ആരെ മിസ് ചെയ്യുന്നു, ഏതിനെയാണോ മിസ് ചെയ്യുന്നത്, അതിനെ കൂടുതൽ നമ്മൾ അടുക്കാനായിട്ട്. അതെ അതെ, നമ്മൾ അവിടെ നിന്ന് വിട്ടപ്പോഴാണ് അതിൻ്റെ ഭംഗിയെ നമ്മൾ അറിയുന്നത്, അതിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും. അച്ഛൻ എന്ത് ജോലിയായിരുന്നു? അച്ഛൻ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറായിരുന്നു. പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞിട്ട് ഒമാനിലായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെയാണ് ഒമാനിലേക്കുള്ള എൻട്രി 1990. അച്ഛൻ ആക്ച്വലി റിട്ടയർ ചെയ്ത ശേഷമാണ് ഞാൻ ഒമാനിലേക്ക് എത്തുന്നത്. അതെ, ഒമാനിലാണ് ആദ്യമായുള്ള പ്രവാസ ജീവിതം. അതെ.
സുൽത്താനറ്റ് ഒമാൻ. എക്സാക്ട്. മസ്കറ്റിലാണോ സലാലയിലാണോ? അല്ല, ഞാൻ മസ്കറ്റിൽ തന്നെ. മസ്കറ്റിൽ. അതെ, ക്യാപിറ്റൽ. അപ്പോൾ ശരിക്കും പ്രവാസ ജീവിതം 99 തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ അതെ, ബട്ട് അവിടെയും ആക്ച്വലി ആസ് ഐ ഓൾവേസ് യൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗോഡ് ഹാസ് ബീൻ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞ മാതിരി എന്നെ മസ്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ്. സോ ഐ മീൻ ലൈക്ക് ഈ പ്രവാസ ജീവിതവും ഐ സ്റ്റാർട്ടഡ് ഫ്രം ദ ഫാമിലി ലൈഫ് ഇറ്റ് സെൽഫ് യു ക്യാൻ സേ. വെരി ക്ലോസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് പുള്ളി ഒരു കടമ ചെയ്തു എന്നുള്ളതല്ല, പുള്ളിയുടെ കൂടെ ആയിരുന്നു താമസം നമ്മൾ ആദ്യത്തെ ജോലി കിട്ടുന്നത് വരെ. അപ്പോൾ കെയറിങ് ആൻഡ് പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു അച്ഛൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ ഡയറക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാൾ, ഒരു മാർഗദർശി. തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുന്നോട്ട് പോകാൻ ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പുള്ളി കാരണം ഈസ് വൺ മോർ പേഴ്സണാലിറ്റി. വളരെ പോസിറ്റീവ് എനർജി ഉള്ളൊരു മനുഷ്യനാണ്. ഈസ് ടു ഓൾവേസ് മോട്ടിവേറ്റ്. ഐ മീൻ ലൈക്ക് ഒരു കാലത്ത് സ്വന്തമായിട്ട് നടക്കും തുടങ്ങാൻ പറ്റും, നീ ഇപ്പോൾ തൽക്കാലം ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി എന്ന് നമ്മളെ ഡെഫിനറ്റ്ലി ഇൻസ്പയർ മീ എ ലോട്ട്. ലൈക്ക് എത്രാമത്തെ മകനായിരുന്നു പ്രസാദ്? ഞങ്ങൾ രണ്ടുപേരാണ്. ഞാനുണ്ട്, താഴെയുള്ള എൻ്റെ സിസ്റ്ററാണ്. അപ്പം മൂത്ത ആളാണ്. അതെ. ശരിക്കും ഒമാനിലേക്ക് വന്ന ഏത് കമ്പനിയിലാണ് ജോലി? ഞാൻ അൽ ഹഷാർ എന്നുള്ള കമ്പനിയിലുണ്ടായിരുന്നു. ഹോം അപ്ലയൻസ് ആയിരുന്നു. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള റിനായ് എന്നുള്ള ബ്രാൻഡ്, അരിസ്റ്റഡ് എന്നുള്ളൊരു ബ്രാൻഡ്, ഷാർപ്പ് എന്നുള്ള പ്രോഡക്ട്സ്, ഇതിൻ്റെയൊക്കെ ഒരു സെയിൽസിലായിരുന്നു. ഓക്കെ. അപ്പോൾ മാർക്കറ്റിംഗ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെ. ശരിക്കും കൾച്ചർ, അതായത് അറബിക് ലാംഗ്വേജ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു അല്ലേ? ഉണ്ടായിരുന്നു. കാരണം ഐ യൂസ് ടു ഹാൻഡിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മിനിസ്ട്രീസ് വേർ അവർ ഈ ഹോം അപ്ലയൻസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു ടു ദിയർ ക്വാർട്ടേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ്ഫുൾ ലേണിംഗ് ഓഫ് അറബിക്. വലുതായിട്ടൊന്നും പരിചയമില്ലെങ്കിലും നമുക്ക് കുറച്ച് ഇന്ററാക്ഷൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അത്രയ്ക്കുള്ളൊരു നമുക്ക് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് ഒമാനിലാണോ അതോ നാട്ടിൽ ഇടയ്ക്ക് ജോലി ചെയ്തിട്ട് വന്നു? നാട്ടിലുണ്ടായിരുന്നു. ഞാൻ ഐ വാസ് ദേർ ഫോർ അബൌട്ട് 8 മാസത്തോളം പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു. അത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടു ആൻ എക്സ്റ്റെന്റ്, യെസ്. പിതാവ് എത്ര നാള് ഒമാനിലുണ്ടായിരുന്നു? ക്ലോസ് ടു 25 years. 25. ഒരുപക്ഷെ ചൈൽഡ്ഹുഡിൽ നമുക്ക് അച്ഛൻ്റെ ആ റിയാലിറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആക്ച്വലി ഇത് പ്രവാസ ജീവിതം അച്ഛൻ എത്രത്തോളം ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ ഗൾഫിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും. ഐ മീൻ ലൈക്ക് എൻ്റെ അച്ഛൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എനിക്കും പറയാനുള്ളൂ. നീ ഒരു അച്ഛനാകുമ്പോൾ മനസ്സിലാവുന്ന ഹീസ് ടു സേ ഡ്യൂറിങ് മൈ യങ് ഡേയ്സ്. സോ ലൈക്ക് അച്ഛൻ്റെ ഒരു ക്വാളിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദോസ് ഡേയ്സ്, ഐ എം ടോക്കിംഗ് അബൌട്ട് സോ മെനി ഇയേഴ്സ് ബാക്ക്. ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 10-23 വർഷമായി. അതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആക്ച്വലി പ്രോബബ്ലി ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്രോഡക്ട്സ് ഓഫ് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഇൻ ഊട്ടി. സോ അച്ഛന് അന്ന് തന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് നാട്ടിൽ തന്നെ പഠിച്ചിട്ട് സോ ലൈക്ക് ആ കാലത്തെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നുമായിരുന്നു വാട്ട് ഈസ് റോങ് ആക്ച്വലി. അച്ഛനെല്ലാം ഉണ്ടല്ലോ, എന്നിട്ടും എന്തിനാ എന്നെ എത്ര ഒറ്റയ്ക്ക് ബോർഡിങ്ങിൽ കൊണ്ടാക്കുന്നത്. ബട്ട് ആസ് ഓഫ് ടുഡേ വെൻ ഐ സിറ്റ് ഹിയർ ഐ റിയലൈസ് പോസിബിളി ദാറ്റ് വാസ് മൈ ഫൗണ്ടേഷൻ. ബോർഡിംഗ് ലൈഫ്. തീർച്ചയായിട്ടും ബോർഡിംഗ് ലൈഫ് വാസ് ഡെഫിനറ്റ്ലി മൈ ഫൗണ്ടേഷൻ. ഒരു സ്റ്റാൻഡ് അലോൺ എന്നുള്ളൊരു ഫീൽ വരാൻ തുടങ്ങിയത് തന്നെ ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ടായിരിക്കാം. എത്രാമത്തെ വയസ്സ് മുതലാണ് ബോർഡിംഗ് ലൈഫ്? യു കൻ സേ ഫ്രം ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സിസ്റ്റർ പാലക്കാട് തന്നെയാണ്? അതെ. സ്കൂൾ വിദ്യാഭ്യാസം ഊട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് ഇൻ NSS ഇൻ പാലക്കാട്. അതെ. ഓക്കെ. അത് കോളേജ് പ്രീ ഡിഗ്രിയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പോണ്ടിച്ചേരിയിലേക്ക് 8 months. അതെ. അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു മസ്കറ്റിലേക്ക്. 9 years ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? അല്ല, ഐ ഹാവ് വർക്ക്ഡ് ഇൻ 3 companies. എത്രത്തോളമാണ് മാതാവ് താങ്കളുടെ ജീവിതത്തിൽ? അമ്മ കഴിഞ്ഞിട്ട് ഈശ്വരനുള്ളൂ എന്ന് പറയാം. എങ്ങനെയായിരുന്നു അമ്മ? കാരണം അമ്മയ്ക്കും അറിയാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഐ മീൻ ഷീ നോസ് ടു പ്രേ, ഷീ നോസ് ടു ലവ് പീപ്പിൾ, ഷീ നോസ് ടു ഗിവ്. അതിൽ കൂടുതൽ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹം എന്നുള്ളതിനൊരു മനുഷ്യരൂപം കൊടുത്താൽ എങ്ങനെയിരിക്കും അത് എൻ്റെ അമ്മയെ പോലെ ഇരിക്കും. എന്നായിരുന്നു വിവാഹം? 17 years back actually. 17 years back. ദുബായിൽ വന്നതിന് ശേഷം തന്നെ? ഇല്ല, ഷീ വാസ് ദേർ വിത്ത് മീ ഇൻ മസ്കറ്റ്. അന്ന് മക്കളുണ്ടായിരുന്നല്ലേ. ഓക്കെ. ഇവിടെ നെന്മാറയിൽ നിന്നാണോ വിവാഹം? അല്ല, തൃശ്ശൂർ. 17 years ആയി. കുട്ടികൾ 2 പേര്. മൂത്തയാള് അഞ്ജന ഇവിടെ പഠിക്കുന്നു. 2 പേരും ഇവിടെ പഠിക്കുന്നു. അഞ്ജന ആവന്തിക. ഇന്ന് താങ്കളുടെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ പാർട്ട് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നു നമ്മുടെ സ്ഥാപനത്തിൽ? ആൻഡ് യുവർ ഇൻട്രാക്ഷൻ വിത്ത് യുവർ സ്റ്റാഫ് ഷുഡ് ബി ഇൻ ഓൾ ലെവൽസ്.
ഞാൻ പറയുന്നത് ഫ്രം പേഴ്സണൽ ലെവൽ ഇൻട്രാക്ഷൻസ് ടു professional or official. You know, there would be times when you shout at them. At the same time, there would be a time when you look at somebody's face, you go tap them on the shoulder. എന്തോടോ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, എന്താ മുഖം ഒരു മാതിരി ഇരിക്കുന്നത്. So that's a personal touch. So if there are anything to be, you know, rectified, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ വെൽഫെയറിന് അത് ചെയ്യാം. അവരെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നല്ലൊരു എംപ്ലോയർ ആവുക. തീർച്ചയായിട്ടും അത് അപ്പോൾ തീർച്ചയായും നല്ല എംപ്ലോയിയെ നമുക്ക് കിട്ടും. കാലത്ത് അലാം അടിക്കുമ്പോൾ അവർ ആ വാച്ച് അടിച്ചിട്ട് വരാൻ പാടില്ല. ദേ ഷുഡ് വെയിറ്റ് ഫോർ ദ അലാം ടു റിംഗ് എന്ന് പറയില്ലേ, ആ രീതിയിൽ ദേ കം ഇൻ ടു ദ ഓഫീസ് വിത്ത് എ സ്മൈൽ, ദെൻ ഓൺലി തിങ്സ് വർക്ക് വെൽ. ജോയിന്റ് വെഞ്ചർ, എല്ലാവരും കൂടെ ഉള്ള ഒരു പ്രയത്നം, ഒരു ഹാർഡ് വർക്ക്. ഇറ്റ് ഡസന്റ് ബിക്കം സക്സസ്ഫുൾ അതർവൈസ്. അത് തന്നെയാണ് സത്യം. ഇനിയുള്ള സ്വപ്നം എന്താ? ഐ തിങ്ക് ഐ ഷുഡ് ബി ഹാഫ് വേ ത്രൂ മൈ ഡ്രീം. സോ ഇനിയും ഉണ്ട് യാത്ര ചെയ്യാൻ. ഉണ്ട്, ഒരുപാട് മേഖലകളിലേക്ക്. ഐ വോണ്ട് ടു ആക്ച്വലി കുറച്ച് ഡൈവേഴ്സിഫൈ ഒക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് മനസ്സിലെങ്ങനെ വെച്ചിരിക്കുകയാണ്? ഉണ്ട്. ഐ മീൻസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു നാട്ടിലൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഓർ ഐ മീൻ ഇറ്റ്സ് നോട്ട് കീപ്പിംഗ് എനിത്തിങ് ഫോർ എവറിത്തിങ് ഫോർ യുവർ സെൽഫ്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സാമൂഹിക പ്രതിബദ്ധത. ഞങ്ങളുടെ ഇപ്പോൾ ഒരു പാലക്കാട് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള. അപ്പോൾ അവിടുന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇഫ് യു കുഡ് സ്പോൺസർ 2 children's എഡ്യൂക്കേഷൻ. ഐ മീൻ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. യെസ് വാസ് ഡെഫിനറ്റ്ലി ദ ആൻസർ. അതുപോലെ വാട്ട് എവർ ഒരു ലിവിങ് എ ലെഗസി എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ഏൺ ചെയ്ത അത്ര ഈ സൊസൈറ്റിയിൽ നിന്നാണ്. വി ഹാവ് ടു ഗിവ് ബാക്ക് ലോട്ട് ടു ദ സൊസൈറ്റി. അത് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അല്ലെങ്കിലും വാട്ട് എവർ നമ്മളെ കൊണ്ട് കഴിയുന്നവർ തീർച്ചയായിട്ടും ചെയ്യും. അതുവരെ ഒരു നല്ല ഒരു സാമൂഹിക പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അത് ചെയ്യുവാൻ ഒരുപാട് സാധിക്കട്ടെ. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ താങ്കളുടെ ഡ്രീം അത് ഫുൾഫിൽ ചെയ്യാൻ സർവേശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി. കാരണം ഇത്രയും വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.